ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ISK Easy ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോംസ് അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളതിൽ പറഞ്ഞത് ചാനൽ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ വെർബൽ ഉണ്ട്, അതുപോലെ തന്നെ നോൺ വെർബൽ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വെർബൽ എന്ന് പറയുമ്പോൾ അതിൽ ഓറൽ ഉണ്ട്, അതുപോലെ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട് ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ ഉണ്ട് അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ. ദെൻ പിന്നെ പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, അതായത് കമ്മ്യൂണിക്കേഷനിൽ എത്ര ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, ആ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയാൻ പറ്റും, അതുപോലെ തന്നെ ഡിയാഡിക് എന്ന് പറയാൻ പറ്റും. പിന്നെ സ്മാൾ ഗ്രൂപ്പ്, പബ്ലിക്, അതുപോലെ തന്നെ മാസ് എന്നിങ്ങനെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷനെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇന്ന് ചാനലിനെ ബേസ് ചെയ്തിട്ടുള്ള വെർബൽ അതുപോലെ തന്നെ നോൺ വെർബൽ, നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ നോക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഏകദേശം നമുക്കറിയാം. വെർബൽ അല്ലെ, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ വെർബൽ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അതിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ ചാനൽ യൂസ്ഡ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിലെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മീഡിയം, അത് ആ മീഡിയത്തെ നോക്കിയിട്ട്, ഏത് മീഡിയമാണോ ഉപയോഗിക്കുന്നത് ആ മീഡിയത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷനെ വെർബൽ എന്നും നോൺ വെർബൽ എന്നും വിളിക്കാം. അതായത് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ചാനൽ, ആ ചാനൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണെങ്കിൽ, ഭാഷയാണെങ്കിൽ നമുക്കതിനെ വെർബൽ എന്ന് വിളിക്കാം. ഭാഷയല്ലെങ്കിൽ നമുക്കതിനെ നോൺ വെർബൽ എന്ന് വിളിക്കാം. ഇനി നോക്കൂ, വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 തരത്തിലുണ്ട്. അതായത് വെർബൽ ഉണ്ട്, അതുപോലെ തന്നെ ഓറൽ ഉണ്ട്, റിട്ടൺ ഉണ്ട്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്സ് ഉണ്ട്. അത് ഓറൽ അതുപോലെ തന്നെ റിട്ടൺ. റിട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതുന്നത്, ഓറൽ എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് സംസാരിക്കുന്നത്. ഇനി നോക്കൂ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ഇൻ ദ സ്പോക്കൺ ഫോം. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് സ്പോക്കൺ ഫോം ആണ്, അതായത് വായ കൊണ്ട് സംസാരിക്കുന്നതാണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വാസ് ഓറൽ ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജസ്. മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ അതിന്റെ തുടക്കകാലത്തിൽ, അതിന്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത് അത് സ്പോക്കൺ ഫോമിലാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ വാസ് ഓറൽ ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജസ്. എക്സാമ്പിൾസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്. ഇനി അതായത് മനുഷ്യൻ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജിൽ തന്നെ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് ഓറൽ ഫോമിലാണ്, അതായത് സംസാര രൂപത്തിലാണ്. ഇനി ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഓറൽ കമ്മ്യൂണിക്കേഷനുള്ള ചില എക്സാമ്പിൾസ്, ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, അതുപോലെ തന്നെ ടെലഫോണിക് കോൺവെർസേഷൻ, ഇന്റർവ്യൂസ്, പബ്ലിക് സ്പീച്ചസ്, മീറ്റിംഗ്സ്, ഡിബേറ്റ്സ്, അബ്യൂസ്, സർക്കാസം, ത്രെഡ്സ്, കമാൻഡ്സ്, പ്രോഫസി, കേഴ്സിംഗ്, ലെക്ചറിങ്, മോറലൈസിംഗ്, ചലഞ്ചിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് പ്രസന്റേഷൻസ്. ഈ പറഞ്ഞവയെല്ലാം, അതായത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 10ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് നമ്മളെ വായ കൊണ്ടാണ് നമ്മൾ നടത്തുന്നത്, നമ്മളെ മൗത്ത് കൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ.
അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ വായ കൊണ്ടാണ് നടത്തുന്നത്. ഇനി അടുത്തത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ നോക്കൂ, അതായത് കമ്മ്യൂണിക്കേഷന്റെ ഏർലി സ്റ്റേജിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വൈകി, അതായത് പിന്നീടാണ് ഡെവലപ്പ് ചെയ്തത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ലേറ്റർ. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ചില ഭാഷകൾ ആദ്യം രൂപപ്പെടുന്ന സമയത്ത് അത് വെറും ഓറൽ ആയിരിക്കും, കാരണം വെറും സംസാരിക്കുന്ന രൂപം, അതിന്റെ ഓറൽ ഫോം മാത്രമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ കുറെ കഴിയുമ്പോഴാണ് അതിന്റെ റിട്ടൺ ഫോം എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. As we have already discussed in the previous unit, written communication has evolved drastically through the ages. അതായത് ഒരുപാട് കാലങ്ങളിലൂടെ, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളിലൂടെ കടന്നു പോന്നിട്ടാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് മോർ ഫോർമൽ ദാൻ ഓറൽ ആൻഡ് ഇൻ ആൻ ഓർഗനൈസേഷണൽ സെറ്റപ്പ് വിൽ ഹാവ് എ ഫോർമാറ്റ്. ഇനി മാത്രമല്ല, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാളും വളരെ ഫോർമലാണ്. നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന പോലത്തെ പദങ്ങളല്ല എവിടെ ഉപയോഗിക്കുക, റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് തന്നെ അറിയാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലെയല്ല, നമ്മൾ എഴുതുമ്പോൾ ഒന്നുകൂടി പോളിഷ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ ഒന്നുകൂടി സംസ്കാരം തോന്നിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കും. അതാണ് ഈ ഫോർമൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഓർഗനൈസേഷണൽ സെറ്റപ്പ് വിൽ ഹാവ് എ ഫോർമാറ്റ്. അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അത് ഓർഗനൈസേഷണൽ ആണ്. പിന്നെ ടെക്നോളജി ഹാസ് അഡ്വാൻസ്ഡ് വെരി മച്ച് ഇൻ ദിസ് ഫീൽഡ്. ടുഡേ വി ഹാവ് ഫെസിലിറ്റീസ് ഫോർ ഇൻസ്റ്റന്റ് മെസ്സേജിങ്. അതായത് നമുക്കറിയാം ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന 2024 കമ്മ്യൂണിക്കേഷന്റെ മേഖല എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. മുൻപില്ലാത്ത പല സാങ്കേതിക വിദ്യകളും എന്ന നിലവിലുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹാവ് ഫെസിലിറ്റീസ് ഫോർ ഇൻസ്റ്റന്റ് മെസ്സേജിങ്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മളൊരു ലെറ്റർ, ഒരു കത്ത് അയക്കുമ്പോൾ ആ കത്ത് നമ്മൾ ഉദ്ദേശിച്ച റിസീവർക്ക് കിട്ടാൻ ഒരുപാട് ദിവസങ്ങൾ എടുക്കും. അയാളിൽ നിന്നും സെൻഡർക്ക് അതിന് മറുപടി കിട്ടാൻ പിന്നെയും ദിവസങ്ങൾ എടുക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങിന്, പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കുന്നതിനും അതിന്റെ റിപ്ലൈ കിട്ടുന്നതിനും നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നോക്കൂ നിങ്ങൾ, ഇമെയിൽസ് അല്ലെ, നമുക്കറിയാം ഇമെയിൽ that can send messages across to the receiver in seconds. അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള വ്യക്തിക്കാണെങ്കിൽ, എവിടെ ആയിക്കോട്ടെ, ഏത് വൻകരയിലായിക്കോട്ടെ, അതായത് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇമെയിലിലൂടെ നമുക്ക് മെസ്സേജ് എത്തിക്കാൻ പറ്റും. ഇമെയിൽ മാത്രമല്ല, ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഇമെയിൽ. ഇനി നമ്മൾ നോക്കുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ചില എക്സാമ്പിൾസ് ആണ്. നോക്കൂ, ലെറ്റേഴ്സ്, അതുപോലെ തന്നെ മിനിറ്റ്സ്, റിപ്പോർട്ട്സ്, നോട്ടീസസ്, മെമ്മോസ്, സർക്കുലേഴ്സ്, ഈ പറഞ്ഞവയെല്ലാം എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് ആണ്. അണ്ടർ ഫോർമൽ കണ്ടീഷൻസ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു റിസോർട്ട് ടു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഓറലിനേക്കാൾ ഏറ്റവും നല്ലത് ഫോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ റിട്ടൺ ആവാം, ഓറൽ ആവാം. ഇനി എനിക്ക് പറയാനുള്ളത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റിലൈസ് ഓൺ എക്സ്റ്റേണൽ ആസ്പെക്ട്സ്. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. അവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കാര്യമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷന് വേണ്ടി ആശ്രയിക്കുന്നത് എക്സ്റ്റേണൽ ആസ്പെക്ട്സ്, മറ്റു ബാഹ്യമായിട്ടുള്ള ചില ഘടകങ്ങളെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി ലാംഗ്വേജ്, സിംബൽസ്,
അപ്പോൾ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് കാണിക്കാവുന്ന അതുപോലെ തന്നെ സിംബൽസ്, മറ്റു പ്രതീകങ്ങൾ, ഇവയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് യൂസ് വേർഡ്സ് but is more accurate than verbal language as it is more spontaneous. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേർഡ്സ് ഉപയോഗിക്കുന്നില്ല, ഇവിടെ പകരം ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ സിംബൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ ആക്യുറേറ്റ് ആണ്, കൃത്യത ഉണ്ടായിരിക്കും. Then non-verbal communication includes the use of ഫിസിക്കൽ അപ്പിയറൻസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, പാരാ ലാംഗ്വേജ്, കിനേസിസ്, പ്രോക്സിമിക്സ്, ക്രോണിമിക്സ്, ഹാപ്റ്റിക്സ്, സൈലൻസ് ആൻഡ് വിഷ്വൽ ഓർ ഗ്രാഫിക് എലമെന്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനിൽ ഭാഷ കൂടാതെ ഉപയോഗിക്കുന്നത് എന്തെല്ലാം ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഭാഷ ഉപയോഗിച്ച് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. യാതൊരു നിർബന്ധവും ഇല്ല. ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഭാഷയെ കൂടാതെ നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, പിന്നെ അതുപോലെ തന്നെ പാരാ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഭാഷയല്ലാതെ ഉപയോഗിക്കുന്നതെന്നാണ്. പാരാ ലാംഗ്വേജിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് പാരാ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ കിനേസിസ്, പ്രോക്സിമിക്സ്, ക്രോണിമിക്സ്. കിനേസിസ്, പ്രോക്സിമിക്സ്, അതുപോലെ തന്നെ ക്രോണിമിക്സ്, ഹാപ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ, ഇതൊക്കെ നമ്മൾ എന്താണെന്ന് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഹാപ്റ്റിക്സ്, സൈലൻസ്, വിഷ്വൽ ഓർ ഗ്രാഫിക് എലമെന്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലാതെ, ഭാഷ കൂടാതെ ഉപയോഗിക്കുന്ന വിഷ്വൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രാഫിക് എലമെന്റ്സ്, സൈലൻസ്, നിശബ്ദതയ്ക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാപ്റ്റിക്സ്, ക്രോണിമിക്സ്, പ്രോക്സിമിക്സ്, കിനേസിസ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ വരും ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. പാരാ ലാംഗ്വേജ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഭാഷ ഉപയോഗിക്കാതെ ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ കാരണം ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാനലിനെ ബേസ് ചെയ്തിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, റിട്ടനും അതുപോലെ തന്നെ ഓറലും. പിന്നെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചോളൂ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അതിൽ ഉപയോഗിക്കുന്നുണ്ട്, എക്സെപ്റ്റ് ലാംഗ്വേജ് കൂടാതെ, ലാംഗ്വേജ് ഒഴികെ വേറെ എന്തെല്ലാം അതിൽ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു സൂചന ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്കത് വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ്, മറ്റു കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.